നമസ്കാരം. ഇസ്രായേലിനെ പിന്തുണച്ചു, അസീം മുനീറിനെ കൊന്നു. പാകിസ്ഥാനിൽ ലഷ്കർ എ തോയ്ബയുടെ ബോംബാക്രമണം. ഇറാൻ യുദ്ധവിരാമത്തിൽ ഒരു കരാർ ഉണ്ടാക്കുന്നതിനൊപ്പം ഇസ്രായേലിനെ അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിൽ ശ്വാസം മുട്ടുകയാണ് സത്യത്തിൽ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ധനസഹായം നൽകുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ അവരെ വളർത്തിയും പിന്തുണച്ചതുമായിട്ടുള്ള നേതൃത്വത്തിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത്. അതിൽ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ എ തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫും പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനുമായിട്ടുള്ള സൈഫുള്ള കസൂരി ഇസ്രായേലിനെ പിന്തുണച്ചാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ സർക്കാരിനും ഫീൽഡ് മാർഷൽ അസീം മുനീറിനും പരസ്യമായ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കരുനീക്കം നടത്തിയാൽ അടുത്ത നിമിഷം അസീം മുനീർ വധിക്കപ്പെടുമെന്നുള്ളത്. അസീം മുനീറിനെ കൊന്നുകൊണ്ടാണെങ്കിലും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ് ലഷ്കർ എ തോയ്ബ നടത്തുന്നത്. മുനീറിനെയും സർക്കാരിനെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നൊരു പൊതുയോഗത്തിൽ കസൂരി സംസാരിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന് പിന്തുണ നൽകാൻ ശ്രമിക്കുന്ന ഏതൊരു പാകിസ്ഥാൻ നേതാവിനും അക്രമാസക്തമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കസൂരിയുടെ മുന്നറിയിപ്പ് എന്നുള്ളത്. അസീം മുനീറിനെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ ഏതെങ്കിലും നേതാവ് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവരെ കൊല്ലുകയും നശിപ്പിക്കുകയും മാത്രമല്ല ഏത് തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ അങ്ങനെ ആ രാജ്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ലഷ്കർ എ തോയ്ബ നേതാവ് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ പാകിസ്ഥാനിൽ പാകിസ്ഥാന്റെ ഇസ്രായേലിനോട് ഇടപെടാനുള്ള സാധ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്നത് എന്താണ് എന്നതിനെ കുറിച്ചോ ഉള്ള ചർച്ചകൾ പോലും ഊഹാപോഹങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ നയതന്ത്ര വൃത്തങ്ങൾ പ്രചരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ തീവ്രവാദ ജിഹാദി സംഘടനകളുടെ സ്വാധീനം തുടരുന്നതിന്റെ സൂചനയായിട്ടാണ് കസൂരിയുടെ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. ഒരു കാലത്ത് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും രഹസ്യാന്വേഷണ ശൃംഖലകളുടെയും പിന്തുണയോടെ വളർത്തിയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ഈ സംഭവ വികാസം എടുത്തു കാണിക്കുന്നുവെന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. കാര്യം എന്താണ്? കാര്യം പാകിസ്ഥാനിലെ സൈനിക നേതൃത്വത്തെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ വെല്ലുവിളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തീവ്രവാദ സംഘടനകൾ വളർന്നിരിക്കുന്നു. അപ്പോൾ അവരെ വളർത്തിയത് പാകിസ്ഥാനാണ്. ലഷ്കർ എ തോയ്ബ പോലുള്ള ജിഹാദി സംഘടനകൾ പാകിസ്ഥാനിൽ തീവ്രവാദം അടിച്ചേൽപ്പിക്കപ്പെടുകയല്ല ചെയ്യപ്പെടുന്നത്. പാകിസ്ഥാനിൽ തീവ്രവാദത്തെ വളർത്തുകയാണ്, തഴച്ചു വളരുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവർ തന്നെയാണ് അസീം മുനീറിനെ കൊല്ലുമെന്ന് വളരെ കൃത്യമായിട്ടപ്പോൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ വർദ്ധിച്ചു വരുന്ന സ്വേച്ഛാധിപത്യത്തെക്കുറിച്ചും ഇപ്പോൾ പറയുന്ന ഈ ലഷ്കർ എ തോയ്ബയുടെ ഭീഷണി എന്ന് പറയപ്പെടുന്ന ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഭീകര സംഘടനകളുമായിട്ടുള്ള പാകിസ്ഥാൻ സ്റ്റേറ്റ് സ്ഥാപനങ്ങളുടെ ആഴത്തിലുള്ള ഇടപെടലും അവരുടെ പ്രദേശത്തെ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിന്റെ വർഷങ്ങളുടെ ചരിത്രവും ഈ സംഭവം വീണ്ടും വീണ്ടും തുറന്നു കാട്ടുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ഏതെങ്കിലും ബന്ധം അത് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾക്ക് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക്, മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അസീം മുനീറിന്റെ തല വെട്ടിയെടുക്കുമെന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ലഷ്കർ എ തോയ്ബയുടെ ബോംബാക്രമണം എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനെ തകർക്കുക, പാകിസ്ഥാനിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ലഷ്കർ എ തോയ്ബ പോലുള്ള ഭീകരവാദികൾ അവിടെ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നത്. ഒരു മുന്നറിയിപ്പാണ്. മാത്രമല്ല പാകിസ്ഥാനോട് അറിയിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് തരുന്ന അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വാക്ക് പറയുവാൻ ഇനി എപ്പോഴെങ്കിലും അസീം മുനീറോ അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫോ തയ്യാറായാൽ അടുത്ത നിമിഷം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ലഷ്കർ എ തോയ്ബ നൽകുന്നത്. ഇസ്രായേലിനെ പിന്തുണച്ചു കഴിഞ്ഞാൽ അസീം മുനീറിനെ അടക്കം കൊന്നു തള്ളുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനിൽ സൃഷ്ടിക്കുമെന്ന് തീവ്രവാദികളുടെ ഭീഷണി.